മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായി എന്ന വിവരമാണ്. മറ്റൊന്ന് അരുൺരാജ് അറിയിക്കുന്ന വിവരം ഫെനി നൈനാന്റെ പേരും ഈ വിഷയത്തിലുണ്ട്. കാരണം ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട വിവിധ വിവരങ്ങൾ ഫെനി നൈനാൻ അറിയാം എന്ന ഒരു വിവരം വരുന്നുണ്ട്. ഒപ്പം തന്നെ പരാതിക്കാരി തിരുവല്ല സ്വദേശിയാണെന്ന വിവരം ഷിജോ കുര്യൻ അറിയിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ മൂന്നാം പരാതിയിൽ MLA-യുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതുവരെ കസ്റ്റഡിയിലായിരുന്നു. കസ്റ്റഡിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുതൽ അതീവ നാടകീയമായ കൃത്യമായ പ്ലാനിങ്ങോടെ അന്വേഷണ സംഘം നടത്തിയ ആ ഒരു നീക്കത്തിനൊടുവിലാണ് ഇപ്പോൾ രാഹുൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഷഫീദ്, വിവരങ്ങൾ. കൃഷ്ണ, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള മൂന്നാമത്തെ ലൈംഗിക പീഡന ഗർഭചിത്ര കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി അത് SIT വഴി, പ്രത്യേക അന്വേഷണ സംഘം വഴി പത്തനംതിട്ട പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കസ്റ്റഡിയിലെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് അത് അന്വേഷണ സംഘം ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗുരുതര പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. പെൺകുട്ടി തിരുവല്ല സ്വദേശിയാണ്. മാത്രവുമല്ല, ഇവർ നൽകിയിരിക്കുന്ന പരാതിയിൽ വിവാഹ വാഗ്ദാനം നൽകി മറ്റൊരു വിവാഹബന്ധം വേർപെടുത്തിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധം സ്ഥാപിച്ചു. അതിനുശേഷം ലൈംഗിക ഉദ്ദേശത്തോടെ പെരുമാറി, പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചു, പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചു. ശേഷം ഗർഭം ധരിക്കാൻ നിർബന്ധിച്ചു. അതിനുശേഷം ഗർഭചിത്രത്തിനും രാഹുൽ നിർബന്ധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധനകളടക്കമുള്ള കാര്യങ്ങൾ അത് നടത്തി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെയുള്ള മൂന്നാമത്തെ പരാതിയിലെ കുറ്റം. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്വേഷണം നടത്തി വരികയായിരുന്നു. പിന്നാലെയാണ് പാലക്കാട്ടേക്ക് എത്തി അന്വേഷണ സംഘം വളരെ പ്രധാനപ്പെട്ട നീക്കം നടത്തുകയും ഷൊർണൂരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ശേഷം പത്തനംതിട്ടയിലേക്ക് എത്തിച്ച് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകനെ അടക്കം ഇക്കാര്യം അറിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇനി ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം എടുക്കുന്ന തുടർ നിലപാട് വളരെ നിർണായകമാണ്. ആദ്യ രണ്ട് പരാതികളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇളവ് ലഭിച്ചിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഒഴിവാക്കിയതടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് വലിയ തരത്തിൽ വിമർശനം ഉയർന്നിരുന്നു. ഹൈക്കോടതിയുടെ വിധി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരും വരെ പോലീസ് കാത്തുനിന്നടക്കമുള്ള കാര്യങ്ങൾ അത് വിമർശനത്തിന് വഴിവെച്ചിരുന്നാൽ മൂന്നാമത്തെ കേസ് അങ്ങനെയല്ല. മൂന്നാമത്തെ കേസ് കുറച്ചുകൂടി ഗുരുതര സ്വഭാവത്തിലുള്ള കേസാണ്. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് ഇതിനോടകം തന്നെ തെളിവ് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തെളിവടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച ശേഷമാണ് അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത്. പത്തനംതിട്ടയിൽ അദ്ദേഹത്തെ എത്തിച്ചു എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിച്ചാണ് അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നത്. ക്രിസ്റ്റീന, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേർന്നത്. ഈ മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുകയാണ്. 1ഉം 2ഉം കേസിനെ അപേക്ഷിച്ച് മൂന്നാമത്തെ കേസ് കൂടുതൽ ഗൗരവമേറിയതാണ്. കാരണം ഈ കേസിൽ സാമ്പത്തികമായ ചൂഷണം കൂടി ഉൾപ്പെടുന്നുണ്ട്. പല സമയങ്ങളിലായി ഈ പരാതിക്കാരിയിൽ നിന്ന് പല ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ പണം വാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ ഈ കേസിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ കൃത്യമായ പല തെളിവുകളും ഈ പരാതിക്കാരിയുടെ കയ്യിലുണ്ട്. അന്വേഷണ സംഘമാണെങ്കിൽ പോലും ഈ ഒരു നീക്കം നടത്തുന്നതിന് തൊട്ടു മുമ്പ് വരെ രാഹുൽ മാങ്കൂട്ടത്തിന് പോലും ഇങ്ങനെ മൂന്നാമതൊരു കേസ് ഉണ്ടെന്ന് അറിയില്ല എന്നൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഹോട്ടൽ മുറിയിൽ എത്തുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ഒന്നാമത്തെ കേസിൽ അറസ്റ്റ് തടയൽ കോടതി ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. എന്നാൽ മൂന്നാമതൊരു കേസ് ഉണ്ടെന്ന് പോലും കൃത്യമായി രാഹുലിനോ രാഹുലിന്റെ സംഘത്തിനോ അറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ ഹോട്ടലിൽ എത്തിയ അന്വേഷണ സംഘം ആദ്യം രാഹുലിന്റെ മുറിയിൽ സഹായികളില്ല എന്ന് ഉറപ്പാക്കുന്നു. സഹായികൾ പുറത്തുപോയ സമയത്ത് രാഹുലിനോട് മൂന്നാമത്തെ കേസിനെ കുറിച്ച് പറയുന്നു. മറ്റു വഴികളില്ലാതെ രാഹുൽ പോലീസിനോടൊപ്പം അന്വേഷണ സംഘത്തോടൊപ്പം പോകുന്നു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുപോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. കാരണം തിരുവല്ല സ്വദേശിനിയാണ് മൂന്നാമത്തെ കേസിലെ പരാതിക്കാരി. ഈ തിരുവല്ല സ്വദേശിനി കൊടുത്ത പരാതിയിലാണ് ഇപ്പോൾ കൃത്യമായ പ്ലാനിങ്ങോടെ കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി അന്വേഷണ സംഘം കൃത്യമായ ആസൂത്രണം നടത്തി കേസിന്റെ എല്ലാ വിശദാംശങ്ങളും നേടി. ഈ കാര്യങ്ങൾ ഒരു തരത്തിലും മാധ്യമങ്ങളടക്കം അറിയാതിരിക്കാൻ ശ്രമിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു നടപടിയിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു. രാഹുലിന്റെ അഭിഭാഷകനെ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത് പത്തനംതിട്ട AR ക്യാമ്പിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.